ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ സ്ഥലം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, വേറെ ഇവിടെ അല്ല ഞങ്ങൾ വന്നത്, മറൈൻ ഡ്രൈവ്. പെരുന്നാൾക്ക് വന്നിട്ട് ഞങ്ങൾക്ക് നേരെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടാണ്. അങ്ങനെ മെയിനായിട്ട് വന്നത് ഫോട്ടോ എടുക്കാൻ. ഫോട്ടോ എടുക്കുമ്പോൾ ഇവനക്ക് വാച്ചൊന്നും ഇല്ലാന്ന് ഭയങ്കര പരാതി, എനിക്ക് വാച്ചില്ല. അങ്ങനെ വാച്ചൊക്കെ മേടിച്ചിട്ട് കൊടുത്തത്. അവന് ഫൈഡർമാൻ ഫാനാണ്, ഫൈഡർമാൻ്റെ വാച്ചൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാച്ചൊക്കെ മേടിച്ചിട്ട് കൊടുത്ത്. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അൺഫോർച്ചുനേറ്റ് ഫോട്ടോ എടുക്കുന്നവരില്ല. അത് മീൻസ് കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർ പെട്ടെന്ന് പോയി. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ലുലുവിൽ പോയി. മോനിക്ക് എപ്പം പരാതിയെ ലുലുവിൽ പോവാറില്ല. അങ്ങനെ നേരെ അവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. കയറുമ്പോൾ തന്നെ ഇവനക്ക് അക്വേറിയം കണ്ട്, ഇവന് ഫിഷ് ലവറ്, ഭയങ്കര ഇഷ്ടം ഇവനക്ക് ഫിഷ്. അപ്പോൾ അവിടെ കണ്ടിട്ടാകുമ്പോൾ അവിടെ നിന്ന് വരുന്നേ ഇല്ല അവന്, എനിക്ക് മീൻ വേണമെന്ന് പറഞ്ഞിട്ട് കുറേ സമയം അങ്ങനെ അവൻ അവിടെ ഇരുന്നു. ലുലുവിൽ പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായി. ഞങ്ങൾ ഈവനിങ് സമയത്തല്ലേ പോയത്, അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. പിന്നെ എവിടെ പോയെങ്കിൽ ഓൾമോസ്റ്റ് കുഞ്ഞിനെടുക്കാറ് റഷ്യ. വീഡിയോയിലൊക്കെ കാണാമായിരിക്കും, അവർ തന്നെ എടുക്കാറ്. റഷ്യൻ്റെ കയ്യിൽ തന്നെ കുഞ്ഞുണ്ടാവും. സ്കൂട്ടിയിൽ മാത്രം ഞാൻ പിടിക്കും, മരിച്ചുള്ള ഔട്ട് സൈഡൊക്കെ റഷ്യ തന്നെ എടുക്കാറ്. പിന്നെ ഇത് മെയിൻ പരിപാടി, ഈ ട്രോളി. ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഈ ട്രോളി ഉന്തുന്ന പണി എനിക്കാണ്. ഇവനെ ഇതിലെടുത്തിട്ട് ഞാൻ തന്നെ ഉന്തിക്കോണ്ട് പോകണം. അവനക്ക് ട്രോളി കണ്ട പാടതിൽ കയറിയിട്ടിരിക്കണം. സോപ്പിനെല്ലാം നല്ല ഓഫർ ഉണ്ടായി, ബൈ 1 get 1 ഫ്രീ, 50% ഓഫ് അങ്ങനെ ഉണ്ടായി. അങ്ങനെ ഞാൻ 2-3 സോപ്പ് എടുത്ത് എങ്ങനെയെങ്കിലും വീട്ടിലൊക്കെ പോകുന്നതല്ലേ അപ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട്. ഇവിടെ വരെ വന്നതല്ലേ, പിന്നെ എന്തെടുക്കാതെ എങ്ങനെയാണ് പോകുന്നത്. ഈ ഗ്ലിസറിൻ സോപ്പ് നല്ല സ്മെല്ലാണ്. ഞാൻ ഗ്ലിസറിൻ സോപ്പ് എടുത്തു. ഈ മോളിലൊക്കെ ഇങ്ങനെ ട്രോളിയും തിക്കൊണ്ട് ഭയങ്കര പാടല്ലേ, ഭയങ്കര റഷിൻ്റെ ഇടയിൽ ഇങ്ങനെ കൊണ്ടുപോകണം. എനിക്ക് എവിടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടാകും ഭയങ്കര ക്രേസി. അത് ഞാൻ നോക്കാത്ത വരെയില്ല, എത്ര ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ 199 100 റുപ്പീസൊക്കെ 199 6 ഒക്കെ ഇങ്ങനത്തെ ബോക്സ് കിട്ടുമല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ. അതെനിക്ക് ഭയങ്കര ക്രേസി. അതിൽ ഇങ്ങനെ എവിടെ കണ്ടാലും ഞാൻ നോക്കും, എനിക്കിഷ്ടപ്പെട്ടാൽ അത് ഞാൻ മേടിക്കും. എന്നെ നോക്കുമ്പോൾ തന്നെ ചീത്ത പറഞ്ഞു, എനിക്ക് ഇതിനോട് എന്താ ഇത്ര താല്പര്യം. ഇത് കണ്ടിട്ട് അമ്മോന് ഭയങ്കര തല്ലി പിടിച്ചു, ഇത് വേണമെന്ന്. പക്ഷേ ഇവിടുന്ന് എങ്ങനെ കൊണ്ടുപോകുന്നറിയില്ല നാട്ടിൽ. അങ്ങനെ അവനടുത്ത് പറഞ്ഞ് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞങ്ങൾ മേടിക്കാം, ബാപ്പ വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനമാക്കിയിട്ട് അവനെ ഇരുത്തിയത് അവിടെ. ഇവർ 2 പേരും അങ്ങനെ അടി കൂടാറില്ല കേട്ടോ. ഇവനെ കുരുത്തേക്കിടാക്കാറില്ല. എപ്പോഴെങ്കിലും അവനക്കൊരു മൂഡ് വന്നാൽ മാത്രം അവനിങ്ങനെ പിടിച്ചിട്ടൊക്കെ ഇതാക്കും, ഇല്ലെങ്കിൽ ആൾ ഓക്കെയാണ്. ഭയങ്കര സ്നേഹട്ടോ അവനടുത്ത്. ഈ സ്വീറ്റ് പൊടി കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം എടുത്തു, പക്ഷെ അത് അത്ര സ്വീറ്റ് ഉണ്ടായിരുന്നില്ല. എനിക്കറിയില്ല, ഇത് പറയുന്ന കേട്ടിട്ട് ഭയങ്കര സ്വീറ്റാണ്. അങ്ങനെ ഞാൻ ഇവിടുന്ന് മേടിച്ചു. കണ്ടിട്ടാകുമ്പോൾ മുമ്പ് മേടിച്ച അത്ര സ്വീറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതൊന്ന് മേടിച്ച് നോക്കാം,
എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട്. സ്വീറ്റ് പുളിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളിയൊക്കെ. പക്ഷെ അത് വീട്ടിലെത്തിയിട്ടില്ല. കാരണം എൻ്റെ മോനിക്കും ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ് പുളി സ്വീറ്റ് പുളി എന്നല്ല, അവനക്ക് പുളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് അവിടെ നിന്ന് തന്നെ അവന് 3/4 ഭാഗം അത് കഴിച്ച് തീർത്തു. ഇത് ഏതോ ഒരു ഐസ്ക്രീം, എനിക്ക് പേരറിയില്ല, അതിൻ്റെ ന്യൂ ലോഞ്ചാണ്. അങ്ങനെ ഒരു ഐസ്ക്രീം ടേസ്റ്റ് നോക്കാൻ വേണ്ടി എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. ടേസ്റ്റ് നോക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഏത് ഐസ്ക്രീം എനിക്കറിയില്ല, പക്ഷെ അത് സാമ്പിൾ പീസ് തീർന്നു. ഇങ്ങനെ സാമ്പിൾ എല്ലാവർക്കും ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ എന്തൊക്കെ സാലഡ്സും പിന്നെ ഉപ്പിലിട്ടതെല്ലാം എനിക്കതിൻ്റെ പേര് പോലും അറിയില്ല. ഞാൻ കാണാത്ത പല പല ഐറ്റംസൊക്കെ ഞാൻ അവിടെ കണ്ട്. അങ്ങനെ എനിക്കങ്ങനെ ഉപ്പിലിട്ടൽ വലിയ താല്പര്യമില്ല. എനിക്ക് പൈനാപ്പിളാണ് ഭയങ്കര ഇഷ്ടം ഉപ്പിലിട്ട. പിന്നെ എനിക്കറിയില്ല, ഇവിടെ പല 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 ടൈപ്പ് ഉണ്ട്, എനിക്കൊന്നും അറിയില്ല അതിലൊന്നും. മോനിക്ക് ഫസ്റ്റ് കൊടുത്ത ഐസ്ക്രീം കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പോയിട്ട് അവിടെ നിന്ന് മേടിച്ചിട്ട് കഴിച്ചു. പല വെറൈറ്റി അച്ചാർസ് ഉണ്ട്, പിക്കിൾസ്. എനിക്കിതിൽ ഫിഷ് പിക്കിൾ കഴിക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അച്ചാർ ലവറല്ല, എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല പിക്കിൾസൊന്നും. എൻ്റെ ഫ്രണ്ട് ഭയങ്കര ഇങ്ങനെ ഫിഷ് അച്ചാർ നല്ല ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മേടിക്കാൻ പോയി. പക്ഷേ എനിക്കവിടെ കാണുമ്പോൾ അറിയില്ല ഇത് ടേസ്റ്റ് ഉണ്ടാവും, അങ്ങനെയൊക്കെ വലിയ ഡൗട്ടായിട്ട് ഞാൻ പിന്നെ മേടിച്ചില്ല. പുളി പകുതി 3/4 ഭാഗം അവൻ അവിടെ നിന്ന് കഴിച്ച് തീർത്തു. അവന് ഭയങ്കര ഇഷ്ടം പുളിയൊക്കെ. ഇവിടുത്തെ ലുലുലത്തെ ഈ കട്ട് പീസ് കേക്കൊക്കെ ഭയങ്കര ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ കേക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഞാനൊരു 2-3 പീസ് ഇവിടുന്ന് മേടിച്ചു. ഞാൻ മുമ്പ് വന്നിട്ടാകുമ്പോൾ ഞാൻ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കട്ട് പീസ്. ഒരു നല്ലൊരു ഫ്രഷ് ഉണ്ട്, എന്താ പറയുക, നോർമൽ ഞങ്ങളിപ്പോൾ ബേക്കറിയിൽ നിന്നെല്ലാം എടുക്കുന്നതിനെക്കാട്ടി നല്ല ക്വാളിറ്റി ഉണ്ട് ഇവിടുത്തെ കട്ട് പീസിന്. ഞാൻ മുമ്പ് കഴിച്ചത് കൊണ്ട് ഞാൻ ലുലുവിൽ വന്നാൽ എന്തായാലും ഞാൻ കട്ട് പീസ് കേക്ക് എടുക്കാതെ പോയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ, നല്ല ടേസ്റ്റാണ്. പുളിൻ്റെ 3/4 ഭാഗം ഇവൻ അവിടെ തന്നെ തീർത്തു. പിന്നെ ഞാൻ മേടിച്ചിട്ട് വെച്ചു, എനിക്കൊന്നും കിട്ടിയില്ല. ലാസ്റ്റ് ടൈം വന്നിട്ടാകുമ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു കുക്കീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ ബില്ലിംഗ് വരെ അവർ പോയത്, ഞാൻ ആദ്യം വന്നിട്ട് ഒരു കുക്കീസ് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ പറ്റ തപ്പി, എനിക്ക് കിട്ടിയിട്ടില്ല. ലാസ്റ്റ് ടൈം ഒരു കുക്കീസ് എടുത്തിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പ്രാവശ്യം വന്നിട്ടാകുമ്പോൾ എനിക്ക് അവിടെ ഒന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ നേരെ ബില്ലടിച്ചിട്ട് പോയി. ഓൾമോസ്റ്റ് നല്ല ലേറ്റായി, എനിക്ക് നൈറ്റ് ഷോപ്പൊക്കെ തുറക്കാനുള്ളതല്ലേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയി. പോകുന്ന അവിടെ ആകുമ്പോൾ ഇവൻ ഓപ്പോസ് അവിടെ ഫിഷ് കണ്ട്. പിന്നെ അവൻ അവിടെ നിന്ന് വരുന്നേ ഇല്ല, നല്ലോണം ലേറ്റായി ഒന്നും പറഞ്ഞാൽ അവൻ കേൾക്കുന്നില്ല. അവൻ ഫിഷൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അക്വേറിയം മേടിച്ച് തരണം, എനിക്ക് അക്വേറിയം വേണം, ഈ ഫിഷ് വേണം. എനിക്കറിയാത്ത ഫിഷിൻ്റെ പേരൊക്കെ അവനക്കറിയാം. എനിക്ക് അത്രയും ഫിഷ് അത്ര അവനിഷ്ടമാണ്. അതിൻ്റെ അകത്തുനിന്ന് വരുന്നേ ഇല്ല. ബാപ്പ പോയി, ഞങ്ങൾ പോയി, ലേറ്റായി എന്ന് പറഞ്ഞാൽ അവൻ കേൾക്കുന്നില്ല. എനിക്ക് മീൻസ് എന്താ പറയുക, അത്രയ്ക്ക് അവനക്ക് ഫിഷ് കണ്ടാൽ അവൻ അങ്ങനെ നിന്ന് പോകും. അത്രയ്ക്ക് ഇഷ്ടം അവനക്ക് ഫിഷൊക്കെ. പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ പോകുമ്പോൾ എനിക്ക് മേടിച്ച് തരാം, അവിടെ നിന്ന് മേടിച്ച് തരാം, അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവനെ കൊണ്ടുവന്നു. ഞങ്ങൾ പോവാണ്, നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് തരാമെന്നല്ല പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.